എപ്പിസോഡ് 2 തുടങ്ങുന്നത് ഈ വാളുകളുടെ 100 വർഷം മുന്നേയുള്ള ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ടൈറ്റൻസും ഹ്യൂമൻസും തമ്മിലുള്ള ഒരു ബാറ്റിൽ ഉണ്ടായി. അവിടെ ടൈറ്റൻസിനായിരുന്നു മുൻതൂക്കം, അതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് അവിടെ മരണപ്പെട്ടു. അവിടെ നിന്ന് ബാക്കി വന്ന ആ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുറച്ച് പേരാണ് ഈ വോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതും വോൾ നിർമ്മിച്ചതും. പക്ഷെ വാൾ നിർമ്മിച്ചപ്പോഴും ഈ പറയുന്ന വാൾ മരിയാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റുള്ള ലെയർ. അതാണ് ടൈറ്റൻസ് കഴിഞ്ഞ എപ്പിസോഡിൽ ബ്രേക്ക് ചെയ്തതും. ഈ വാളിനോട് ചേർന്ന് ഈ ഷിഗിൻഷിമ പോലുള്ള കുറച്ച് വില്ലേജസ് ബെയ്റ്റ് ആയിട്ടുണ്ട്. ഈ വില്ലേജസ് ആണ് ടൈറ്റൻസ് ആദ്യം ആക്രമിക്കുന്നത്. അങ്ങനെയാണ് ഷിഗിൻഷിമയിലേക്ക് ആദ്യം ടൈറ്റൻസ് എത്തിയത്. ഈ കഥ പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കാണുന്നത് നേരത്തെ ഷിഗിൻഷിമയിൽ കയറിയ ടൈറ്റൻസിൻ്റെ കാര്യമാണ്. അവരവിടെയുള്ള ആൾക്കാരെയൊക്കെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരു പാസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റുന്ന ഒരാൾ മറ്റേ ദൈവവചനവും പ്രസംഗിച്ച് നടക്കുകയാണ്. അയാളെയും ടൈറ്റൻസ് പിടിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നേരെ പോകുന്നത് നേരത്തെ എറനെയും മികാസയും കൊണ്ട് ഓടിയ ഹാൻസിനടുത്തേക്കാണ്. ഹാൻസ് ഓടി വേറൊരു സ്ഥലത്തെത്തി. ഇവിടെ വെച്ച് നമ്മുടെ എറനും ഹാൻസും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. ഹാൻസ് അവിടെ നിന്ന് ഇവരെ പൊക്കിക്കൊണ്ട് വന്നല്ലോ. അപ്പോൾ എറന് അവിടെ നിന്ന് അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി അമ്മയെ സേവ് ചെയ്തേനെ. ഹാൻസ് കാരണമാണ് അമ്മ മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. ഈ സമയത്ത് ഹാൻസ് എറനെ പിടിച്ച് നിർത്തിയിട്ട് പറയും, നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നിനക്കതിനുള്ള ശക്തിയില്ല. എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്കത് ചെയ്യാനുള്ള ധൈര്യമില്ല. ഇത് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കരയുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എറനെയും മികാസേനെയും കൊണ്ട് ഇയാൾ നടന്നു പോവുകയാണ്. നമ്മുടെ ഹാനസ് നടന്നു പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ നമ്മുടെ ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരെയൊക്കെ ഷിപ്സ് വഴി ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. കാരണം ഇന്നർ ലെയേഴ്സിലേക്ക്, ഇന്നർ വാൾസിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഇവിടെ ഓൾറെഡി ടൈറ്റൻസ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഷിപ്സിൽ കുറച്ച് മിനിമം എമൗണ്ട് ഓഫ് ആൾക്കാരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ അർമിൻ ഒരു ഷിപ്പിൽ കയറിയിട്ടുണ്ട്. അർമിൻ അവിടെ നിന്നിട്ട് നമ്മുടെ എറനെയും മികാസേനെയും വെയിറ്റ് ചെയ്യുകയാണ്. അവരെ കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവർ വരുമ്പം എറൻ ടോട്ടലി ഡിഫറൻ്റ് ആണ്. നേരത്തെ കണ്ട ഒരാളല്ല. അവൻ മൊത്തത്തിൽ കുറ്റബോധവും ദേഷ്യവും ഒക്കെ ആയിട്ട് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആളായിട്ടാണ് നിൽക്കുന്നത്. ഈ സമയത്ത് കുറേ ടൈറ്റൻസ് വീണ്ടും ഈ ഒരു സ്ഥലം ലക്ഷ്യമാക്കി ആക്രമിക്കാൻ വരും. അപ്പോൾ അവർക്ക് ആ ഒരു വാളിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് ആ ഷിപ്പ് അപ്പം തന്നെ പറഞ്ഞു വിടേണ്ടി വരും. കുറേ ആൾക്കാർ അവിടെ ലെഫ്റ്റ് ബിഹൈൻഡ് ആവും. ഈ സമയത്ത് എറനും അർമിനും നമ്മുടെ മികാസയും ഒരുമിച്ച് ആ ഷിപ്പിലുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള സോൾജേഴ്സ് ആ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഗേറ്റ് ഇവർ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ കുറേ വലിയ പീരങ്കികളൊക്കെ വെച്ചിട്ട് വരുന്ന ടൈറ്റൻസിനെ കൊല്ലാൻ റെഡിയായി നിൽക്കുക. ഈ സമയത്ത് അവർ നമ്മളും ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ, കാണുമ്പോൾ തന്നെ ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള വലിയൊരു ടൈറ്റൻ വന്നിട്ട് ഓടി വന്നിട്ട് ഇവരുടെ മതിലിനെ ഇടിച്ചിട്ട് മതിലും ഗേറ്റും ഒക്കെ പൊളിച്ച് ആളകത്ത് വരും. ഈ സമയത്ത് ഓൾറെഡി ഷിപ്പ് പോയിട്ടുണ്ടാവും. സോ അവരൊക്കെ സേഫ് ആവും. പക്ഷേ നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കും നമുക്ക് ഊഹിക്കാം. പുള്ളിയുടെ പിറകെ, ആ ടൈറ്റൻ്റെ പിറകെ വേറെയും കുറേ ടൈറ്റൻസ് ഉണ്ടാവും. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അവർ കൊന്ന് തിന്നിട്ടുണ്ടാവും. ഈ ന്യൂസ്, അതായത് വാൾ മരിയ ബ്രേക്കായിട്ട് ഷിഗിൻഷിമയിലേക്ക് ടൈറ്റൻസ് ബ്രീച്ചായി എന്നുള്ള ന്യൂസ് ബാക്കിയുള്ള ഹ്യൂമൻ കൈൻഡിൽ എല്ലായിടത്തും എത്തും. അപ്പോൾ അവരെല്ലാവരും തങ്ങളുടെ ആ ഒരു ഡിസ്ട്രിക്റ്റ്, ആ ഒരു ഏരിയ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ടൈറ്റൻസ് ഇവിടെ എത്തിയ വിവരം എല്ലാവരും അറിയുകയും ചെയ്യും. പിന്നെ വീണ്ടും നമ്മൾ പോകുന്നത് ഈ ഷിപ്പിലുള്ള എറൻ്റെ അടുത്തേക്കാണ്. പുള്ളി അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കരയാണ്. കാരണം അവൻ്റെ മനസ്സിലുണ്ടായി വരുന്നത് മൊത്തം അമ്മയോട് ലാസ്റ്റ് വഴക്കുണ്ടായിട്ടാണ് പോയത്. വഴക്കുണ്ടാക്കിയിട്ട് പോയി പിന്നെ അമ്മയെ കാണുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അതാണോ അവനുള്ള ഏറ്റവും അവസാനത്തെ മെമ്മറി? അച്ഛൻ എവിടെയാണെന്ന് പോലും അറിയില്ല. പുള്ളി എവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ ആദ്യം കരയും. അത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് മൈൻഡിലൊരു ഡിസിഷൻ ചെയ്യും, എങ്ങനെയായാലും ഞാൻ തിരിച്ച് വാൾമരിയെ പോയിട്ട് അവിടെയുള്ള എല്ലാ ടൈറ്റൻസിനെയും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ എലിമിനേറ്റ് ചെയ്യുമെന്ന് ഡിസിഷൻ എടുത്ത് പുള്ളി അവിടെ ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. ഈ സമയത്ത് റാൻഡമായിട്ട് വേറെ എവിടെയോ എറൻ്റെ അച്ഛൻ, പുള്ളി ആ ക്യാമ്പ് കഴിഞ്ഞ് വരുന്നതായിരിക്കും. പുള്ളിയുടെ ആ ഒരു കുതിര വണ്ടിയിൽ സേഫായിട്ടിരിക്കണം. എറൻ, കാർല, മികാസ നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പാഞ്ഞു വരുന്നൊരു സംഭവമാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ എറനും മികാസയും അർമിനും ഹാനസും ഒക്കെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പോലത്തുള്ളൊരു ഫെസിലിറ്റിയിലെത്തി. അവിടെ തറയിൽ കിടക്കുകയാണ് നമ്മുടെ എറൻ. എന്നിട്ട് പുള്ളി ഒരു സ്വപ്നം കാണുകയാണ്. പുള്ളി സ്വപ്നം കാണുന്നത് വേറൊന്നുമില്ല, അച്ഛൻ ഒരു കീ കൊടുത്തിട്ടാണല്ലോ പോയത്. അതായത് ബേസ്മെൻറ്റിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു കീ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഈ കീയിൽ എന്താണ് എന്നുള്ളൊരു രീതിയിൽ കുറച്ച് പേടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്നം ആണ് എറൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമ്പോൾ മികാസ, നേരത്തെ ഫസ്റ്റ് എപ്പിസോഡിലും സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പോൾ മികാസ മുമ്പിലുണ്ടായിരുന്നു. ഇവിടെയും മികാസ തൊട്ട് മുമ്പിൽ നിൽപ്പുണ്ട്. എന്നിട്ട് മികാസ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്, ഇവിടെ അവർ ഫുഡ് കൊടുക്കുന്നുണ്ട്, നമുക്ക് പോയി ഫുഡ് മേടിക്കാമെന്ന് പറഞ്ഞ് എറനെയും വിളിച്ചുകൊണ്ട് മികാസ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ
ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ടൈറ്റൻസ് ആക്രമിച്ച ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരവിടെ ഫുഡ് മേടിക്കാൻ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇവർക്ക് എങ്ങനെ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ അർമിൻ കുറച്ച് എക്സ്ട്രാ ബൺസും കൊണ്ടുവരും. അതായത് ഏതൊരു അപ്പൂപ്പൻ കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് എക്സ്ട്രാ മേടിച്ചാണെന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മുടെ എറനും മികാസയ്ക്കും കൊടുക്കും. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഡിസ്ട്രിക്റ്റിലുള്ള സോൾജേഴ്സ് കുറച്ച് പേർക്ക് ഇതിന് അതൃപ്തി തോന്നും. അതായത് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവരുടെ ഫുഡ് വന്ന് നിന്നുകൊണ്ടിരിക്കുക, കുറച്ചാൾ കഴിയുമ്പോൾ ഈ ഫുഡൊക്കെ തീരും എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ സംസാരിക്കും. ഇത് കാണുന്ന എറൻ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇത് കാണുന്ന എറൻ അയാളുടെ പ്രായവും സൈസും പോലും നോക്കാതെ പോയി അയാളെ ഇടിക്കും. അയാൾക്കും തിരിച്ച് ഇടിക്കാൻ തോന്നും. അങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റ് ആവും. അയാൾ ഇവനെ തറയിലിട്ട് ഇടിക്കുന്ന സമയത്ത് നമ്മുടെ അർമിൻ കയറി മുമ്പിൽ നിന്നിട്ട് ഒന്നും ചെയ്യരുത്, അവൻ്റെ വിശപ്പുണ്ട്, അവൻ ഇങ്ങനെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് സോറിയൊക്കെ പറയും. നമ്മുടെ അർമിനും മികാസയും കൂടെ എറനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് അകത്തുകൊണ്ട് നിർത്തി സംസാരിച്ചിട്ട് പറയും, നമുക്കിതിലൊന്നും ചെയ്യാനില്ല, നമ്മുടെ ഇവിടെ ഇവർ തരുന്ന ഫുഡ് ജീവിക്കുക എന്നുള്ളത് നമുക്കിതിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ എറൻ ഓൾറെഡി ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റുപ്പിഡായിട്ട് നിന്നോ, നമുക്ക് തിരിച്ച് വാളിപ്പോണം, ഞാൻ അവരെല്ലാവരെയും കൊല്ലും, ഇവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവരൊക്കെ ഭയങ്കര ഭീരുക്കളാണ്, ഞാൻ അവരാരെയും പോലെ അല്ല, എനിക്ക് ഇവരെ ഈ ടൈറ്റൻസിനെ മൊത്തം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കും. അപ്പം നമ്മുടെ അർമിൻ തിരിച്ച് പറയുമ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് പോലെയാവും. ഈ സമയത്ത് മികാസ വന്നിട്ട് ഒറ്റയിടിക്ക് നമ്മുടെ എറനെ ഉറക്കും. താഴെ കിടക്കുന്ന സമയത്ത് മികാസ പറയും, അർമിൻ പറയുന്നതാണ് കറക്റ്റ്, നമുക്കിതിലൊന്നും ചെയ്യാനില്ല, നമ്മുടെ ഭാഗത്തൊരു തെറ്റുമില്ല, നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സർവൈവൽ ആയിരിക്കണം, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവർ തരുന്ന ഫുഡും കഴിച്ച് ഇവിടെ നിൽക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ആൾക്കാർ പഴയതുപോലെ തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ടൈറ്റൻസ് ആക്രമിച്ച വേസ്റ്റ് ലാൻഡിലൊക്കെ അവർ കൾട്ടിവേഷൻ തുടങ്ങി, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ 3 പേര് മാത്രം ഇപ്പോഴും പാസ്റ്റിലായിരുന്നു, എറൻ, മികാസ, അർമിൻ. തൻ്റെ മരിച്ചുപോയ ഫാമിലി ആലോചിച്ച് അർമിൻ ഒരു സ്ഥലത്തിരുന്ന് കരയുകയായിരുന്നു. അവിടേക്ക് മികാസയും എറനും ജോയിൻ ചെയ്യും. എന്നിട്ട് എറൻ പറയും, നീ വിഷമിക്കേണ്ട, നമുക്ക് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് അവന്മാരെല്ലാവരും ടൈറ്റൻസിനെ എല്ലാവരെയും കൊല്ലും, അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത വർഷം ട്രെയിനിങ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് എല്ലാ ടൈറ്റൻസിനെയും എലിമിനേറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് അർമിൻ പറയും, ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് മികാസ പറയും, എന്നാൽ ഞാനും വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ എറൻ ചോദിക്കും, മികാസ നീയല്ലേ പറഞ്ഞ സർവൈവലായിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം, നമുക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാനല്ലോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മികാസ പറയും, ഞാൻ ജോയിൻ ചെയ്യുന്നത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നീ മരിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. എന്നിട്ട് അവർ 3 പേരും കൂടെ ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് തീരുമാനമെടുക്കും. പിന്നെ നമ്മൾ കാണുന്നത് ഇവർ ട്രെയിനിങ് ക്യാമ്പിലേക്ക് നിൽക്കുന്നതാണ്. ട്രെയിനിങ് ക്യാമ്പിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇവർ 3 പേരും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സുപ്പീരിയർ വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയുള്ള 3 വർഷം നിങ്ങളെ ഞങ്ങൾ ട്രെയിൻ ചെയ്യും, ഇപ്പോൾ നിങ്ങൾ ഉണ്ടാകുന്നത് ഭീരുക്കളായിട്ടാണ്, പക്ഷേ 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ടൈറ്റനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ ഞാൻ ട്രെയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് മോട്ടിവേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ എറൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഈ 3 വർഷം കഴിയുമ്പോൾ അവൻ ട്രെയിനിങ് എടുത്തിട്ട് ടൈറ്റൻസിനെ കൊന്നിരിക്കും, അവൻ തിരിച്ച് വാൾമരിയെ പോയിട്ട് അവൻ്റെ കുടുംബത്തെ നശിപ്പിച്ച എല്ലാ ടൈറ്റൻസിനെയും ഒന്ന് വിടാതെ എലിമിനേറ്റ് ചെയ്യുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ബാക്കി അടുത്ത എപ്പിസോഡിൽ.